ഹലോ, നമസ്കാരം. എൻ്റെ പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് എല്ലാം വിട്ടേക്കുക. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ, നോക്കാം. ഹൈറോഫൻ്റാണ് ബോട്ടം ഓഫ് ദി ഡക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം ഏസ് ഓഫ് വാൺസ്, 2 ഓഫ് സോഡ്, 3 ഓഫ് സോഡ്. നല്ല ഹാർട്ട് ബ്രേക്കെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തിയാണല്ലോ ഇവിടെ കാണുന്നത്. ഹാങ്ഡ് മാൻ, 2 ഓഫ് കപ്പ്, കിങ് ഓഫ് കപ്പ്, കിങ് ഓഫ് പെൻഡിക്കൽ, ജഡ്ജ്മെൻറ്റ്, ഇതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൽ 2 സിറ്റുവേഷൻ ഉണ്ട്. ആ വ്യക്തി കണ്ണും കെട്ടിയിട്ട് 2 സിറ്റുവേഷനിൽ ഏതിൻ്റെ കൂടെ പോകണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ജഗ്ലിങ്ങിലാണ്. ഒരു പുതിയ തുടക്കം വേണം എന്നാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പം പുതിയൊരു തുടക്കം വേണം എന്നാഗ്രഹിക്കുന്നുണ്ട്. നല്ല ഹാർട്ട് ബ്രേക്കിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത്. ഹാങ്ഡ് മാനായിട്ട് നിൽക്കുക. ആ വ്യക്തിക്ക് ഒന്നുകിൽ കുടുംബക്കാരായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞൊരു വ്യക്തിയായിരിക്കും. നിങ്ങളും ഉണ്ട്, ഈ രണ്ടും ഉണ്ട്. ആ വ്യക്തി രണ്ടിനെയും വിടാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത്. അതാണ് ഈ ഹാർട്ട് ബ്രേക്കിൻ്റെ കാരണം. അതാണ് ഹാങ്ഡ് മാനായിട്ട് നിൽക്കുക. ഒന്നും ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഈ തൂങ്ങിക്കിടക്കുന്ന പോലെ നിൽക്കുക. ഇത് 2 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് ആ വ്യക്തിക്കുള്ളത് ഒരു എന്താ പറയണ്ടേ, ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കാനും പറ്റുന്നില്ല, നിങ്ങളെ കൂട്ടാനും പറ്റുന്നില്ല, മറക്കാനും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഈ ഒരു വേദന അനുഭവിക്കുന്നത്.
ആ വ്യക്തിക്ക് ഓൾറെഡി ഭാര്യ ഉണ്ടാവും, കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ആ ഫാമിലി ഉണ്ടാവുമല്ലോ. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെന്ന വ്യക്തിനെ ഒഴിവാക്കാനും പറ്റില്ല, കൂടെ കൂട്ടാനും പറ്റില്ല. അങ്ങനത്തെ ഒരു ധർമ്മസങ്കടത്തിലാണ് ആ വ്യക്തി ഉള്ളത്. ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ബന്ധമാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിന്. ആ വ്യക്തിക്ക് അതിനു മുമ്പിലുണ്ടായ ആരുമായിട്ട് ആ വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിച്ചാലും ആ വ്യക്തി പണ്ടേ റിജക്റ്റ് ചെയ്ത് ആ വ്യക്തിയുടെ മനസ്സിൽ അത് അറ്റാച്ച് ഉണ്ടാവില്ല. പക്ഷെ ഇത് എങ്ങനെയും അടർത്തി മാറ്റാനും പറ്റുന്നില്ല, കൂടെ ചേർക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ധർമ്മസങ്കടത്തിൽ ഹാങ്ക്ഡ് മാനായിട്ട് ആ വ്യക്തി ഇരിക്കുകയാണ്. ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിട്ട് പിരിയാൻ കഴിയില്ല. എങ്ങനെയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് പോകാൻ ആ വ്യക്തി പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. എങ്ങനെയും ഒഴിവാക്കിയിട്ട് പൊയ്ക്കോട്ടെ എന്ന്. പക്ഷേ പിന്നെയും അതൊരു എന്നാ പറയണ്ടേ, സ്ട്രോങ് ആയിട്ട് വീണ്ടും അതിൻ്റെ വേദന എന്ന് വെച്ചാൽ ഹൃദയം നുറുങ്ങുന്ന വേദനയാണ് അനുഭവിക്കുന്നത്. നിങ്ങളെ തന്നെ ഓർമ്മ വരും. ആരെ നിങ്ങൾ പോയിട്ട് സാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പം ഇവിടെ ഒരു യാത്ര ചെയ്യുന്നോ നിങ്ങളെ മുഖം തന്നെയാണ് മുന്നിൽ വരുന്നത്. അപ്പം രണ്ടും വരുന്നെടുക്ക വെച്ചിട്ട് കാണാമെന്നുള്ള ഇതിൽ രണ്ടും കൽപ്പിച്ചിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരികയാണ് സ്നേഹമായിട്ട്. നൈറ്റ് ഓഫ് പെൻഡിക്കൽ, നൈറ്റ് ഓഫ് കപ്പ്. ആ വ്യക്തിയുടെ ഹൃദയം മാകുന്ന കപ്പുമായിട്ട് വരികയാണ്. ഒരു ഡിസിഷനുമായിട്ട് ആ വ്യക്തി വരുവന്നെ ചെയ്യും. എന്താന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് അത് എങ്ങനെയും മറക്കാനും കഴിയുന്നില്ല, സ്നേഹിക്കാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു ധർമ്മസങ്കടത്തിൽ പെട്ടിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ആരെയും കൺട്രോൾ ചെയ്ത് അവനവൻ്റെ വെറുതിയിൽ വരുത്താൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ നിസ്സാരക്കാരനൊന്നും അല്ല. എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും ആ വ്യക്തി വിജയിച്ച് കയറി വരുന്നൊരു വ്യക്തിയാണ്. ഇത് നിങ്ങളുടെ കേസ് മാത്രമല്ല, വ്യക്തിക്ക് ഒരു തരത്തിലും എന്താ വേണ്ടതെന്നുള്ളൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിട്ട് ആ വ്യക്തി നിൽക്കുകയാണ്. നിങ്ങളെപ്പറ്റി തന്നെ ആഴത്ത് ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി കേട്ടോ. എന്താണ് ഈ ബന്ധത്തിൻ്റെ ഒരർത്ഥം എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ. എങ്ങനെയും നിങ്ങളെ മുമ്പിൽ വലിയ ഈഗോയും നീ ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ ഭാവത്തിൽ നടിച്ചിട്ടെല്ലാം നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന പോലെയെല്ലാം കളിക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കഴിയുന്നില്ല. അതെന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു സ്പിരിച്വൽ കണക്ഷനാണ്. ആ വ്യക്തിക്ക് മനസ്സിലായി ഇതിനെ ലൈഫ് ലോങ് കൂട്ടുക തന്നെ വേണം, എങ്ങനെയും ഒഴിവാക്കാൻ പറ്റില്ല, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ ലൈഫിൽ നീ തന്നെ വേണം എന്ന ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ 2 ഓഫ് കപ്പാണ്. നിങ്ങൾ തമ്മിലുള്ള സംഗതി 2 ഓഫ് കപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും പിരിക്കാനും കഴിയില്ല. നിങ്ങൾക്ക് ജീവിതം ഒന്നിച്ച് തന്നെ 2 പേരും എത്തിച്ചേരും. ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. അത് പിന്നെ യൂണിവേഴ്സിൻ്റെ ഒരു ടൈം ആവുമ്പം നിങ്ങൾ ഒന്ന് ചേരും എന്നാണ് ഇവിടെ കാണുന്നത്. ഞാൻ 2 കാർഡും കൂടി എടുക്കട്ടെ. കിങ് ഓഫ് കപ്പ്, സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ കാർഡാണിത്. ആ വ്യക്തിക്ക് സ്നേഹം, മനസ്സ് നിറയെ സ്നേഹമാണ്. അത് തരാതിരിക്കാൻ ഇതിന് പിടിച്ച് നിൽക്കാൻ പറ്റുമോ? സ്നേഹം തരാൻ തന്നെയാണ് ആ വ്യക്തി വരുന്നത്. സെലിബ്രേറ്റ് ചെയ്യണം, ജീവിക്കണം, ഈഗോ പിടിച്ച് നിന്നിട്ട് കാര്യമില്ല, നീ ഇല്ലാതെ പറ്റില്ല. അത്
നിങ്ങളോട് പറയാൻ ആ വ്യക്തിക്ക് ഭയങ്കര മടിയുണ്ട്, ഭയങ്കര നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഉള്ള ഭാവത്തിൽ നടക്കുകയല്ലേ. അപ്പം എന്നാലും ഇത് രാത്രി ഉറങ്ങാൻ പറ്റണ്ടേ, വേദന എന്നെ തിന്ന് നടക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതാണ്. സ്നേഹത്തിൻ്റെ കപ്പുമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് നല്ലൊരു ലൈഫ് നിങ്ങളുമായിട്ട് വേണം. ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആ വ്യക്തി വരുന്നുണ്ട്. കുറച്ച് ലവ് മെസ്സേജ് നോക്കട്ടെ, എന്താ വരുക നോക്കാലോ. I look for you everywhere. ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു. എവരിവെയർ. I remember every detail of that day. എന്നാൽ ആ ലാസ്റ്റ് ദിവസത്തെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. I wish I could take back my words. എന്ന് വെച്ചാൽ എൻ്റെ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തോ നിങ്ങളോട് നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. Sometimes I stay awake തിങ്കിങ് അബൌട്ട് യു. എന്ന് വെച്ചാൽ ഞാൻ നിന്നെക്കുറിച്ച് ഓർത്താണ് ഉണരാറ്. നിന്നെക്കുറിച്ച് ഓർത്താണ് ഞാൻ ഉണരാറെന്ന്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. ഇപ്പോൾ എല്ലാം മനസ്സിലുള്ള വേദനയെല്ലാം എനിക്ക് ഹീലാവുന്നു, മറക്കാൻ ശ്രമിക്കുകയാണ് മനസ്സിലുള്ള വേദനകൾ. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഞാൻ ചെയ്യാത്തത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഐ ആം നോട്ട് അവൈലബിൾ. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ.